ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. എഫ്രൈം മലനാട്ടിലെ രാമാഥയീം സോഫീമിൽ എൽക്കാന എന്നു പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ എലിഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ ആയിരുന്നു. 2-ാം വാക്യം, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 3-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് ആമുഖമായി പല കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അതിലെ മുഖ്യ കഥാപാത്രങ്ങളിലൊരാളായ എൽക്കാനയുടെ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എൽക്കാനയുടെ ജീവിതത്തിൽ അനുകരണീയമായ നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറവുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിലേക്ക് ദൈവകൃപയോടെ നാം തിരിയാനായിട്ട് പോവുകയാണ്. എൽക്കാന എന്ന ഗൃഹനാഥനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ഒരു ലേവി ഗോത്രക്കാരനാണ് എന്നുള്ളത് നാം ഇതിനു മുൻപ് ഓർത്ത വിഷയമാണ്. എൽക്കാന എന്ന പേരിന് 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങളാണ് ഉള്ളത്. 1, ദൈവം സൃഷ്ടിച്ചു. 2, ദൈവം വിലയ്ക്ക് വാങ്ങി എന്നുള്ളതുമാണ്. ഇത് രണ്ടും എത്ര ധന്യമായ അനുഭവങ്ങളാണ് ഹൃദയത്തിലേക്ക് തരുന്നത്. 1, ഓരോ പ്രാവശ്യവും എൽക്കാന തന്നെ പ്രബോധിപ്പിച്ചിട്ടുണ്ടാകും, താൻ സത്യദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, തന്നെ ദൈവം സൃഷ്ടിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സൃഷ്ടി എന്നുള്ള നിലയിലുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ട്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. സൃഷ്ടികർത്താവായ ദൈവത്തോട് നാം ഏറ്റവും അടുത്തവരായി ജീവിക്കണം. ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശങ്ങൾ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായി മാറണം. 2-മതായിട്ട് എൽക്കാന എന്ന പേരിൻ്റെ അർത്ഥം നാം ഓർത്തതുപോലെ ദൈവം വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. ദൈവജനത്തിനും ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആത്മീക അർത്ഥങ്ങൾ തരുന്നു. അതായത് ആദ്യത്തെ അർത്ഥം ദൈവം സൃഷ്ടിച്ചു എന്നാണെങ്കിൽ, സൃഷ്ടിയിൽ നിന്ന് എത്രയോ ശ്രേഷ്ഠമായ 2-മത്തെ പടി, ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങി. ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഞാൻ കേവലം ഒരു സൃഷ്ടി മാത്രമല്ല, മറിച്ച് ഞാൻ എൻ്റെ ദൈവപുത്രനായ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണ്. എൻ്റെ പിതാവ് ദൈവമാണ്. എന്നെ ദൈവം ഒരു പുത്രനാക്കി പുത്രിയാക്കി തീർത്തതിലൂടെ എനിക്ക് സ്വർഗം അവകാശമായി തീർന്നു. ദൈവത്തെ എൻ്റെ പിതാവായി ലഭിച്ചു. ദൈവത്തെ അബ്ബാ, പിതാവ് എന്ന് വിളിക്കുവാനുള്ള വലിയ ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളത് നാം ഓർക്കേണ്ടുന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഈ 2-മത്തെ അർത്ഥവും നാം ഓർക്കേണ്ടത്. വെറും സൃഷ്ടി എന്ന നിലയിൽ നാം തീർന്നു പോകാതെ, കൃപയാൽ ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത ദൈവസ്നേഹം നമ്മളെ എത്ര ഉത്തരവാദിത്വമുള്ളവരായി നാം ജീവിക്കണമെന്നുള്ളത് പ്രബോധിപ്പിക്കുന്നു. എത്ര നന്ദിയുള്ളവരായി നാം തീരണമെന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് കേവലം ഒരു സൃഷ്ടി എന്ന നിലയിലാണോ ഇന്ന് പ്രഭാതത്തിൽ ആയിട്ടുള്ളത്? അതോ ഇന്ന് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ രക്തത്താൽ വിലയ്ക്കു വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ അങ്ങ് ആയിത്തീർന്നിട്ടുണ്ടോ? അങ്ങനെ ആയിത്തീർന്നിട്ടില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ സമയം. യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിയപ്പെട്ട രക്തം
അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ്. അത് അങ്ങ് വിശ്വസിക്കുകയും ക്രിസ്തു അങ്ങയുടെ ജീവിതത്തിലേക്ക് വരുവാൻ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്താൽ അങ്ങയ്ക്ക് സൃഷ്ടി എന്ന നിലയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലായി മാറുവാനായിട്ട് സാധിക്കും. തുടർന്ന് എൽക്കാനയുടെ ജീവിതത്തിലെ ഒരു കുറവ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നൊരു വിഷയമുണ്ട്. സ്വർഗത്തിലെ ദൈവം വിഭാവനം ചെയ്തത് ബഹുഭാര്യത്വമല്ല, ഏകഭാര്യത്വമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ കുടുംബമാക്കി തീർക്കുമ്പോൾ ദൈവം കൊടുത്ത അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്കുകളിൽ അത് വ്യക്തമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഭാര്യയോട്, ഭാര്യമാരോടെന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഭാര്യയോട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ആ കാര്യത്തിൽ എൽക്കാനയ്ക്ക് വീഴ്ച വരികയാണ്. മാനുഷികമായ ഒഴിവ് കഴിവുകൾ സാമൂഹികമായ തലത്തിൽ അന്ന് അദ്ദേഹത്തിനും തീർച്ചയായിട്ടും പറയാനായിട്ടുണ്ടായിരിക്കും. ആദ്യ ഭാര്യയായിരുന്ന ഹന്ന മച്ചിയായിരുന്നതിലായിരിക്കാം തീർച്ചയായിട്ടും പെനീനെ സ്വീകരിച്ചത്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അത് അനുകൂലമായ നിലപാടെടുത്ത വിഷയവുമായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ദൈവം ആഗ്രഹിച്ചത് അതാണോ? ഒരിക്കലുമല്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവം വിഭാവനം ചെയ്യുന്നതിൽ നിന്ന് മാറിപ്പോയി തേടാനായിട്ട് ദൈവം അനുവാദം തരുന്നില്ല. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവം പറയുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ദൈവത്തിന് പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ കഴിയും, ദൈവത്തിന് വഴി നൽകുവാൻ കഴിയും. ഇനിയും ദൈവം ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായി അനുവദിക്കുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങൾ സഹിക്കാനുള്ള കൃപ അത് കർത്താവ് തരിക തന്നെ ചെയ്യും. ഇവിടെ ഈ പറയുന്ന എൽക്കാനയുടെ ജീവിതത്തിൽ ഹന്ന മച്ചിയായിരുന്നതുകൊണ്ട് പെനീനെ സ്വീകരിച്ചു. അതുകൊണ്ട് തൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ എത്രയോ ദുഃഖങ്ങൾ ഈ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ സസൂക്ഷ്മം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ അതിൻ്റേതായ അനന്തരഫലങ്ങളും അതിൻ്റേതായ ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പരിശോധിക്കാനായിട്ട് സാധിക്കണം. പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ നീ മറക്കുവാൻ പാടില്ല, ദൈവ വഴി വിട്ടുപോയാൽ ദുഃഖമുണ്ടാകുമെന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് തിരികെ കൃപാസനത്തിലേക്ക് വന്ന് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ ഇടയാകണം. എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് ബന്ധത്തിലേക്ക് വരാതെ പാപമോചനം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയട്ടെ, ഒരു വലിയ ദുഃഖം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതായത് ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്ന ഏത് പ്രിയപ്പെട്ടവരെയും അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്ന രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു വലിയ ദുഃഖം മുൻപിലുണ്ട്. ആ ദുഃഖമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടാണ്. നിത്യമായ നരകത്തിൻ്റെ സങ്കടം, കരച്ചിലും പല്ലുകടിയും മാത്രമുള്ള ആ സ്ഥാനം ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് കാത്തിരിപ്പുണ്ട്. ആ സങ്കടത്തിൻ്റെ സ്ഥിതിയിലേക്ക് അങ്ങ് പോകാതിരിക്കുവാൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന്, എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കണേ, അങ്ങ് മരിച്ചത് എൻ്റെ പാപപരിഹാരത്തിനാ, അങ്ങ് ദൈവമായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു, അങ്ങേ ഞാൻ എൻ്റെ ഏക കർത്താവും ഏകദൈവവും ഏകരക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തിൽ ആത്മീക സന്തോഷം തരുവാൻ, ഒടുവിൽ നിത്യതയിൽ ദൈവത്തോടൊപ്പമുള്ള നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ നൽകും. അതിനായിട്ട് ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.